മറ്റൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ പൊടിക്കുണ്ടിൽ തടി കയറ്റി വന്ന ലോറി മറിഞ്ഞു. ഡിവൈഡറിൽ തട്ടിയാണ് ലോറി മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് റോഡിൽ വൻ ഗതാഗത കുരുക്ക്. അർജുൻ കല്യാട് കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, ഇതെപ്പോഴായിരുന്നു അപകടം? വൈകുന്നേരം ഏകദേശം ഒരു 5:15 ഈ സംഭവം നടക്കുന്നത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂരിലേക്ക് തടി കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. ഈ റോഡിന്റെ നടുവിലൂടെ ഉണ്ടായിരുന്ന ഡിവൈഡറിൽ ഈ ലോറി കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ തടി കയറ്റി വന്ന ലോറി ഒരു വശത്തേക്ക് ചെരിഞ്ഞ് റോഡിലേക്ക് വീഴുന്നത്. അവിടെ ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ അപകടത്തെ തുടർന്ന് ഒരു വശത്തുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവിടെ നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് ലോറിയും ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടികളുമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് കൂടി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ലോറി മാറ്റണമെങ്കിൽ കലാസിമാരെത്തി അതിനുശേഷം മാത്രമേ ലോറി മാറ്റാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കലാസിമാർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. ലോറി ഈ റോഡിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ അപകടം സംഭവിച്ചില്ല എന്നത് ഏറെ ആശ്വാസകരമായിട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ഗതാഗത കുരുക്ക് വലിയ രീതിയിൽ തന്നെ ഈ മേഖലയിൽ ഈ പൊടിക്കുണ്ട് ഭാഗത്ത് ഉൾപ്പെടെ, അതായത് വളവട്ടം പാലം ഉൾപ്പെടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ്. അപ്പോൾ ആ പാതയിലാകെ തന്നെ ഈ ഒരു അപകടം കാരണം ഗതാഗത കുരുക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും കാര്യമായ രീതിയിൽ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. നിസ്സാരമായ പരിക്ക് മാത്രമേ ആ ഡ്രൈവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നാട്ടുകാരൊക്കെ സഹായിച്ചാണ് ഈ അപകടത്തിന് ശേഷം ഈ ഡ്രൈവറെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസം. ഡ്രൈവർക്കും വലിയ കാര്യമായ പരിക്കേറ്റിട്ടില്ല. പക്ഷേ സ്ഥലത്ത് വൻ ഗതാഗത കുരുക്കാണ്.